ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു പെയിൻറ്റ് പ്രോഗ്രാമാണ്. സോ നമ്മൾ MS പെയിൻറ്റിലൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള അതുപോലെയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള പെയിൻറ്റ് പ്രോഗ്രാമാണ് നമ്മൾ പൈത്തോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള പാക്കേജ് tkinter പാക്കേജാണ്. സോ ഇതിൽ നമ്മൾ ഈ കാണുന്ന താഴ്ഭാഗത്തുള്ള ഈ ഒരു ക്യാൻവാസിൽ വൈറ്റ് ഭാഗത്ത് നമുക്ക് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഷേപ്പുകൾ നമുക്കിതുപോലെ ഡ്രോ ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ നമുക്ക് 3 ബട്ടൺ ഉണ്ടായിരിക്കും. ആദ്യത്തെ നമ്മുടെ കളർ സെലക്ട് ചെയ്യുന്നതിനുള്ള ബട്ടണാണ്. സോ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ റെഡ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇതുപോലെ ഡ്രോ ചെയ്യുന്നു. ഓക്കെ, ഇതുപോലെ നമ്മൾ ഡ്രോ ചെയ്യുന്നു. സോ വീണ്ടും നമുക്ക് വേറെ കളർ വേണമെങ്കിൽ നമുക്ക് വേറെ കളർ സെലക്ട് ചെയ്യാം. ഞാൻ ബ്ലൂ സെലക്ട് ചെയ്യുന്നു. ഇതുപോലെ നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും. ഈ ഒരു സംഭവമാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഈ ക്ലിയർ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും നമുക്കിതുപോലെ ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ക്ലിയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതായിരിക്കും. അതുപോലെ മൂന്നാമതൊരു ബട്ടൺ കൂടി ഉണ്ടായിരിക്കും, എക്സിറ്റ് ബട്ടൺ. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവുന്നതായിരിക്കും. സോ ഈ രീതിയിലാണ് നമ്മുടെ പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. ഈ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ കാര്യം നമുക്ക് എങ്ങനെ പൈത്തോൺ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പാക്കേജസ് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ നമ്മൾ tkinter പാക്കേജാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ tkinter ഇമ്പോർട്ട് ചെയ്യുന്നു ആസ് tk. അതുപോലെ നമ്മൾ tkinter.color chooser ഇതിൽ നമ്മൾ ഇമ്പോർട്ട് ആസ്ക് കളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇമ്പോർട്ട് ചെയ്യുന്നു. സോ ഇത് നമ്മുടെ കളർ നമ്മുടെ കളർ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ അതുപോലെ നമുക്ക് ഫ്രം tkinter നമുക്ക് ഫോട്ടോ ഇമേജ് കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഫോട്ടോ ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ക്ലാസ് കൂടി നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ ഇത് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് നമ്മുടെ ബട്ടണിൽ ഇമേജസ് ഡിസ്പ്ലേ ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ പാക്കേജസ് എല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ വിൻഡോ ക്രിയേറ്റ് ചെയ്യാം. വിൻഡോ നെയിം നമ്മൾ വിൻഡോ എന്ന് തന്നെ കൊടുക്കുന്നു. സോ നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത് tk എന്ന് പറയുന്ന ക്ലാസ്സിലാണ്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ടൈറ്റിൽ കൊടുക്കാം. സോ നമ്മൾ അതിന് ആദ്യം വിൻഡോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിൽ .title എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സോ ഇതിനുള്ളിൽ നമ്മുടെ ടൈറ്റിൽ കൊടുക്കാം. സോ നമ്മളിവിടെ പെയിൻറ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കാം, പെയിൻറ്റ് പ്രോഗ്രാം. സോ അതിനുശേഷം നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ വിൻഡോ .main ലൂപ്പ് ഇത്രയും കൊടുത്ത ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ പ്രോഗ്രാം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ പ്രോഗ്രാം വിൻഡോ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്കിതിൽ ബട്ടൺ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് ക്യാനവാസും നമ്മുടെ ഡ്രോ ചെയ്യുന്നതിനുള്ള ക്യാനവാസ് എല്ലാം ആഡ് ചെയ്യേണ്ടതുണ്ട്. ബട്ടൺ ആഡ് ചെയ്യുന്ന ഒരു ബട്ടൺ ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ്. സോ നമ്മളുടെ btn ഫ്രെയിം ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മൾ tk.frame ഈ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോ എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത വിൻഡോ ഒബ്ജക്റ്റ് ആണ്. അതിനുശേഷം നമ്മൾ btn ഈ ഫ്രെയിം നമ്മൾ പാക്ക് ചെയ്യുകയാണ്. സോ നമ്മൾ btn frame നമ്മൾ പാക്ക് ചെയ്യുന്നു. സോ ഇനി നമുക്ക് ഇതിനുള്ളിൽ നമ്മുടെ ബട്ടൺസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് ബട്ടണും ക്യാനവാസും നമുക്ക് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമുക്കിതൊരു pad X ഒരു 5 അതുപോലെ ഒരു pad Y നമുക്ക് 5 കൊടുക്കാം. സോ നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്രയും കൊടുത്ത ശേഷം താഴോട്ട് വരാം. സോ നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. സോ നമുക്ക് ആദ്യം കളർ ബട്ടണാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കളർ btn ഈസ് ഈക്വൽ ടു നമ്മൾ tk.button എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ അതിനുള്ളിൽ. സോ നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ മാസ്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ ഫ്രെയിം ആണ്. സോ നമ്മളുടെ btn ഫ്രെയിം എന്ന് സെലക്ട് ചെയ്യുന്നു, കോമ. സോ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് സെലക്ട് കളർ എന്ന് കൊടുക്കാം, സെലക്ട് കളർ. അതുപോലെ നമുക്ക് ഫോണ്ട് നമുക്ക് ഒരു ഏരിയൽ 15 കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഗ്രിഡ് ഉപയോഗിച്ചാണ് നമ്മളിത് പ്ലേസ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ കളർ ബട്ടൺ .grid. സോ നമ്മൾ റോ 0 കോളം 0 ആണ് കൊടുക്കുന്നത്. റോ 0 അതുപോലെ കോളം 0. അതുപോലെ നമുക്ക് pad X നമുക്കൊരു 5 കൊടുക്കാം. ഒരു 5 കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ലഭിക്കും. നമുക്ക് സെലക്ട് കളർ എന്ന് പറയുന്ന ബട്ടൺ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ശേഷം ബാക്കി 2 ബട്ടൺ കൂടി നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. സോ നമ്മൾ താഴോട്ടത് 2 തവണ കോപ്പി ചെയ്യുന്നു. സോ കളർ ബട്ടൺ, അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ക്ലിയർ ബട്ടനാണ്. സോ നമ്മുടെ ക്യാനവാസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ക്ലിയർ ബട്ടൺ. അതുപോലെ മൂന്നാമതായി നമുക്ക് വേണ്ടത്
എക്സിറ്റ് ബട്ടണാണ്. എക്സിറ്റ് ബട്ടൺ. സോ ഇതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ക്ലിയർ എന്ന് കൊടുക്കാം. ടെക്സ്റ്റ് നമ്മൾ ക്ലിയർ എന്ന് കൊടുക്കുന്നു. അതുപോലെ എക്സിറ്റിന് നമ്മൾ എക്സിറ്റ് എന്ന് കൊടുക്കുന്നു. ഇത് നമ്മുടെ പ്ലേസ് ചെയ്യുന്നത് കോളം 1-ലായിരിക്കും. അതുപോലെ ഇത് കോളം 2-ലായിരിക്കും. റോ എല്ലാം 0 ആയിരിക്കും. കോളം 2 സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 3 ബട്ടണും ഇതുപോലെ ലഭിക്കുന്നുണ്ടായിരിക്കും. സോ നമുക്കിനി വേണ്ടത് ഈ ഒരു ബട്ടണിൽ നമുക്ക് നമ്മുടെ ഇമേജസ് കൊടുക്കണം. ഇമേജസ് നമ്മൾ ഓൾറെഡി ഇവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ കളർ സെലക്ട് ചെയ്യുന്നതിന് ക്ലിയർ ചെയ്യുന്നതിനുള്ള ഐക്കണാണിത്. അതുപോലെ കളർ സെലക്ട് ചെയ്യുന്നതിനുള്ള ഐക്കണാണിത്. അതുപോലെ എക്സിറ്റ് ചെയ്യുന്നതിനുള്ള ഐക്കണാണിത്. എക്സിറ്റ് ബട്ടണിൽ കൊടുക്കുന്നതിനുള്ള ഐക്കണാണിത്. സോ ഈ ഓരോ ഐക്കണും നമുക്ക് ഓരോ ഈ ബട്ടണും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ ആദ്യം കളർ ബട്ടൻ്റെതാണ് കൊടുക്കുന്നത്. സോ നമ്മൾ ആ ഒരു ഐക്കൺ ക്രിയേറ്റ് ചെയ്യുന്നു. കളർ ഐക്കൺ ഈക്വൽ ടു, ഇവിടെയാണ് നമ്മൾ ഫോട്ടോ ഇമേജ് എന്ന് പറയുന്ന ക്ലാസ് ഉപയോഗിക്കുന്നത്. ഫോട്ടോ ഇമേജ്, ഇതിനുള്ളിൽ നമ്മുടെ ഫയൽ നെയിം നമ്മൾ കൊടുക്കുക. എന്നാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മളിവിടെ ഫയൽ നെയിം എന്ന് പറയുന്നത് കളർ ബട്ടനാണ്. സോ color.png. ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ വന്നതിന് ശേഷം നമ്മൾ ഐക്കൺ എന്നുണ്ടായിരിക്കും, ഇമേജ് എന്നുണ്ടായിരിക്കും. ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ കളർ ഐക്കൺ എന്ന് കൊടുക്കുക. കളർ ഐക്കൺ. സെയിം നമ്മൾ മറ്റു ക്ലിയർ ബട്ടണും അതുപോലെ എക്സിറ്റ് ബട്ടണും കൊടുക്കാം. സോ നമ്മൾ ക്ലിയർ ഐക്കൺ ഈക്വൽ ടു ഫോട്ടോ ഇമേജ്. സോ നമ്മുടെ ഫയൽ എന്ന് പറയുന്നത് ഫയൽ ക്ലിയർ ആണ്, clear.png ആണ്. അതുപോലെ അതിൻ്റെ ഇമേജ് പ്രോപ്പർട്ടി നമ്മൾ കൊടുക്കുന്നത്, ഇമേജ് പ്രോപ്പർട്ടി നമ്മൾ ക്ലിയർ ഐക്കൺ എന്ന് കൊടുക്കുന്നു. ക്ലിയർ ഐക്കൺ. അതുപോലെ നമ്മൾ എക്സിറ്റ് ഐക്കൺ ഈക്വൽ ടു ഫോട്ടോ ഇമേജ്. നമ്മുടെ ഫയൽ നമ്മളുള്ളത്, നമ്മുടെ ഇമേജ് ഉള്ളത് exit.png ആണ്. സോ exit.png സെലക്ട് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഇമേജ് എന്ന പ്രോപ്പർട്ടിയിൽ നമ്മൾ ഇമേജ് ഈക്വൽ ടു എക്സിറ്റ് ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓരോ ബട്ടൺ മുകളിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഇമേജ് വരുന്നതായിരിക്കും. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ലഭിക്കും. നമ്മുടെ കളർ സെലക്ട് ചെയ്യുന്നതിനുള്ള ബട്ടൺ, ക്ലിയർ ചെയ്യുന്നതിനുള്ള ബട്ടൺ, എക്സിറ്റ് ചെയ്യുന്നതിനുള്ള ബട്ടൺ. സോ ഇനി നമുക്ക് വേണ്ടത് താഴെ നമ്മുടെ ഡ്രോ ചെയ്യുന്നതിനുള്ള ക്യാനവാസ് ആണ്. അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ക്യാനവാസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ക്യാനവാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലാണ്. സോ നമ്മൾ ക്യാനവാസ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ tk.canvas എന്ന് പറയുന്ന ഒരു ക്ലാസ് സെലക്ട് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഈ ക്യാനവാസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിൻഡോ ഒബ്ജക്റ്റിലാണ്. സോ വിൻഡോ മാസ്റ്റർ എന്ന് പറയുന്നത് വിൻഡോ ആണ്. സോ ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ വൈറ്റ് കൊടുക്കാം. എന്നാൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ വിഡ്ത്ത് നമുക്കൊരു 900 കൊടുക്കാം. വിഡ്ത്ത് 900. അതുപോലെ നമുക്ക് ഹൈറ്റ് നമുക്ക് 600 കൊടുക്കാം. ഹൈറ്റ് 600. ശേഷം നമുക്കിത് പ്ലേസ് ചെയ്യാം. സോ നമ്മളിവിടെ canvas.pack എന്ന് പറയുന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് padx 5 അതുപോലെ pady നമുക്ക് 5 കൊടുക്കാം. സോ നമുക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. ഇപ്പോൾ നമ്മുടെ ക്യാനവാസ് ലഭിച്ചു, ബട്ടൺസ് എല്ലാം ലഭിച്ചു. ഇനി നമുക്കിവിടെ ഇതുപോലെ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഡ്രോ ചെയ്യുന്ന സംഭവം നമുക്കിവിടെ കാണാം. ആ ലൈൻ ഇവിടെ നമുക്ക് കാണാം. ഇനി അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഇതിനുള്ളിലായിരിക്കും നമ്മൾ ഡ്രോ ചെയ്യുന്നത്. സോ നമ്മൾ ഡ്രോ ചെയ്യുന്നത് ക്യാനവാസിലാണ്. സോ നമ്മൾ ക്യാനവാസിലോട്ട് ഒരു ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ക്യാനവാസിലോട്ട് നമ്മളൊരു ഫംഗ്ഷൻ ബൈൻഡ് ചെയ്യുകയാണ്. സോ നമ്മുടെ canvas.bind. സോ ഈ ബൈൻഡ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബട്ടൺ 1 എന്ന് പറയുന്ന ഇവൻ്റാണ്. ബട്ടൺ 1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ക്യാനവാസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം. സോ നമ്മൾ ക്യാനവാസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന് പറയുന്ന, സ്റ്റാർട്ട് DWG എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് റൺ ആവണം. ഫംഗ്ഷൻ നമുക്ക് റൺ ആവണം. സോ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിവിടെ വാർണിംഗ് ലഭിക്കുന്നത്. താഴെ വരുന്നു, നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിഫൈൻ സ്റ്റാർട്ട് DWG. സ്റ്റാർട്ട് DWG നമ്മൾ ഉപയോഗിക്കുന്നത്, സോ ഇതിലോട്ട് നമ്മളൊരു ഇവൻറ്റ് പാസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലിക്ക് ചെയ്യുന്ന ആ ഒരു ഇവൻ്റാണ്. സോ ഈ ഒരു ഇവൻറ്റും നമ്മളിതുപോലെ പാസ് ചെയ്യുന്നതായിരിക്കും. സോ അതിന് മുമ്പായിട്ട് നമുക്ക് 2 വേരിയബിൾ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യാം. നമുക്ക് 2 വേരിയബിൾ നമുക്കിവിടെ ഡിക്ലെയർ ചെയ്യണം. ഒന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് പ്രീവിയസ് എക്സ്, പ്രീവിയസ് വൈ. സോ നമ്മുടെ പോയിന്റ് നമുക്ക് നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമ്മൾ തൽക്കാലം നൺ കൊടുക്കുന്നു, നൺ. അതുപോലെ നമ്മൾ മറ്റൊരു കറണ്ട് കളർ എന്ന് പറയുന്ന നമ്മുടെ കളർ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വേരിയബിളാണ്. ഇത് നമ്മൾ തൽക്കാലം നൺ കൊടുക്കുന്നു. നമുക്ക് അതിന് ശേഷം നമുക്ക് ഫംഗ്ഷനിലോട്ട് തന്നെ വരാം. സോ ഫംഗ്ഷനിൽ നമ്മൾ സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമ്മളൊരു ഇവൻറ്റ് പാസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ നമ്മൾ
നമ്മൾ ഏത് ഭാഗത്താണ് ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗത്തുള്ള എക്സ് വൈ കോർഡിനേറ്റ്സ് നമുക്ക് ലഭിക്കണം. സോ നമ്മളിവിടെ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വേരിയബിൾ നമ്മളിവിടെ കൊടുക്കാൻ പോവുകയാണ്. സോ അതിന് മുമ്പായി നമ്മളത് ഗ്ലോബൽ എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിക്കുക. എന്നാൽ നമുക്കിത് എല്ലാ ഫംഗ്ഷനിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സോ അതേ സെയിം വേരിയബിൾ തന്നെ നമുക്ക് എല്ലാ ഫംഗ്ഷനിലും ഉപയോഗിക്കാൻ സാധിക്കും. സോ നമ്മൾ ഗ്ലോബൽ പ്രീവിയസ് എക്സ് അതുപോലെ പ്രീവിയസ് വൈ എന്നിങ്ങനെ ഇതുപോലെ കൊടുക്കുന്നു. സോ ഇങ്ങനെ കൊടുത്ത ശേഷം നമ്മൾ പ്രീവിയസ് എക്സ് കോമ പ്രീവിയസ് വൈ ഈക്വൽ ടു ഇവൻറ്റ് ഡോട്ട് എക്സ് കോമ ഇവൻറ്റ് ഡോട്ട് വൈ. സോ നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഇവൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്തുള്ള എക്സ് വൈ കോർഡിനേറ്റ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ സ്റ്റാർട്ട് ഡ്രോയിങ്ങിൽ നമുക്ക് ഇപ്പോഴും ഇവിടെ ഒരു എറർ വരുന്നുണ്ട്. സോ എന്താണെന്ന് നോക്കാം. സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് മുകളിൽ കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് ഏറ്റവും മുകളിൽ കൊണ്ട് കൊടുക്കാം. സോ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാർണിംഗ് ഇപ്പോൾ പോകുന്നതായിരിക്കും. സോ നമ്മൾ ഫംഗ്ഷൻ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാർണിംഗ് പോകുന്നതായിരിക്കും. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം, നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കാം. സോ നമ്മളുടെ തൽക്കാലം പ്രിൻറ്റ് പ്രീവിയസ് എക്സ് അതുപോലെ കോമ പ്രീവിയസ് വൈ. സോ ഇത്രയും കൊടുത്ത ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. പ്രീവിയസ് എക്സ് കോമ പ്രീവിയസ് വൈ ഈക്വൽ ടു ഒബ്ജക്റ്റ് നൺ. ഓക്കെ, തൽക്കാലം നമുക്ക് ഈ ഒരു പ്രീവിയസ് എക്സ് ഇവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ട. സോ നമ്മൾ അത് കമൻറ്റ് ചെയ്ത ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ആവുന്നതായിരിക്കും. സോ അതിനുശേഷം നമ്മൾ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെ എക്സ് വൈ കോർഡിനേറ്റ്സ് നമുക്കിവിടെ പ്രിൻ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഏത് ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ക്യാൻവാസിൽ ആ ഭാഗത്തുള്ള എക്സ് വൈ കോർഡിനേറ്റ്സ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ലൈൻ ഡ്രോ ചെയ്യുന്നതിനുള്ള ആദ്യത്തെ പോയിന്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സോ ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ലഭിക്കും. അതെങ്ങനെയാണ് നമുക്ക് കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ വരുന്നു, ഈ ഭാഗം നമുക്ക് ആവശ്യമില്ല, നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. സോ ഇനി നമുക്ക് നമ്മുടെ മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിങ്ങനെ ലൈൻ ഡ്രോ ആയിക്കൊണ്ടിരിക്കണം. സോ അതിന് നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ കൂടി ബൈൻഡ് ചെയ്യുകയാണ്. സോ നമ്മൾ താഴെ വരുന്നു, ക്യാൻവാസ് ഡോട്ട് ബൈൻഡ് മെത്തേഡ്. സോ ഇതിനുള്ളിൽ നമ്മൾ ഇനി കൊടുക്കുന്ന ആ ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടൺ നമ്മൾ ഇതുപോലെ ബട്ടൺ പ്രസ് ചെയ്തതുപോലെ മൂവ് ചെയ്യുമ്പോഴുള്ള ഒരു ഇവൻ്റാണ്. സോ അതിന് നമ്മൾ കൊടുക്കുന്നത് B1 മോഷൻ എന്നാണ്. സോ B1 മോഷൻ ഇതെല്ലാം നമുക്ക് TK ഇൻ്ററിൻ്റെ ഡോക്യുമെൻറ്റിൽ ലഭ്യമാണ് എല്ലാ ഇവൻസും. സോ നമ്മൾ B1 മോഷൻ കോമ. സോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കോൾ ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് പെയിൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. സോ ആദ്യത്തത് ബട്ടൺ 1 ആയിരുന്നു. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൗസിലെ ലെഫ്റ്റ് ക്ലിക്കാണ്. B1 മോഷൻ നമ്മൾ മൗസ് മൂവ് ചെയ്യുന്നതാണ്, ക്ലിക്ക് ചെയ്ത് മൂവ് ചെയ്യുന്നതാണ്. നമ്മൾ പെയിൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷൻ കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മളിവിടെ പെയിൻറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിലും നമ്മളൊരു ഇവൻറ്റ് ആർഗ്യുമെൻ്റായി കൊടുക്കുന്നതായിരിക്കും. താഴെ വരുന്നു. താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രീവിയസ് എക്സ് പ്രീവിയസ് വൈ യൂസ് ചെയ്യേണ്ടതുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്ലോബൽ കീവേഡ് ഉപയോഗിക്കുന്നു, പ്രീവിയസ് എക്സ് അതുപോലെ പ്രീവിയസ് വൈ. സോ നമുക്ക് പ്രീവിയസ് എക്സും പ്രീവിയസ് വൈയും അവൈലബിൾ ആണെങ്കിൽ നമ്മളിതുപോലെ ഈ പ്രീവിയസ് എക്സ് കോമ പ്രീവിയസ് വൈ, പ്രീവിയസ് എക്സ് ആൻഡ് പ്രീവിയസ് വൈ, പ്രീവിയസ് എക്സ് ആൻഡ് പ്രീവിയസ് വൈ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ക്യാൻവാസിലൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. ക്യാൻവാസ് ഡോട്ട് ക്രിയേറ്റ് ലൈൻ എന്ന് പറയുന്ന മെത്തേഡ് ക്രിയേറ്റ് ലൈൻ. സോ ഇതിൽ നമുക്ക് കൊടുക്കേണ്ടത് 4 പോയിൻ്റാണ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. അതായത് നമ്മുടെ പ്രീവിയസ് എക്സ് കോമ പ്രീവിയസ് വൈ കോമ ഇപ്പോഴുള്ള നമ്മുടെ എക്സ് കോമ വൈ. ഇപ്പോൾ നമ്മൾ ഈ എക്സ് കോമ വൈ നമുക്ക് ലഭിക്കുന്നത് എക്സ് കോമ വൈ. സോ ഇത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ മോഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ് കോമ വൈ ഈക്വൽ ടു ഇവൻറ്റ് ഡോട്ട് എക്സ് കോമ ഇവൻറ്റ് ഡോട്ട് വൈ. നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ് വൈ ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള 4 പോയിന്റ് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞ് പ്രീവിയസ് എക്സ് കോമ പ്രീവിയസ് വൈ. ഫിൽ നമുക്ക് കൊടുക്കേണ്ടത് കറൻറ്റ് കളറാണ്. സോ കറൻറ്റ് കളർ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. സ്റ്റാർട്ടിങ് നമ്മളിവിടെ നണ്ണായിരുന്നു കൊടുത്തിരുന്നത്. സോ നമ്മളിവിടെ ബ്ലാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് കളർ ആയിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കുക. അതുപോലെ അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതിൻ്റെ തിക്നെസ് നമുക്കൊരു 2 കൊടുക്കാം. സോ ഇത്രയും കൊടുത്ത ശേഷം പിന്നെ നമുക്ക് വേണ്ടത് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മൗസ് മൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് എക്സിലോട്ട് നമ്മുടെ എക്സ് വൈ സ്റ്റോർ ആവണം. ഓക്കെ, പ്രീവിയസ് എക്സ് കോമ പ്രീവിയസ് വൈ ഈക്വൽ ടു എക്സ് കോമ വൈ. നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പോയിന്റ് ഇതുപോലെ പ്രീവിയസ് എക്സിലോട്ട് സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമുക്കിങ്ങനെ ലൈൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഇത്രയും കൊടുത്ത ശേഷം സേവ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം.
സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് മൗസ് ഇതുപോലെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതുപോലെ ഡ്രോ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഡ്രോ ചെയ്യാൻ സാധിക്കും. സോ ആദ്യം ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും പ്രീവിയസ് എക്സ് പ്രീവിയസ് വൈ. അതിനുശേഷം നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ എക്സും വൈയും ഇതിലോട്ട് പ്രീവിയസ് എക്സിലോട്ട് ഇതുപോലെ സ്റ്റോർ ആയിക്കൊണ്ടിരിക്കും. നമുക്കിതുപോലെ ഓരോ ലൈന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് വേണ്ടത് ക്ലിയറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് മൊത്തം ക്ലിയർ ആവണം. അതുപോലെ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കളർ സെലക്ട് ചെയ്യാനുള്ള കളർ പാലറ്റ് വരണം. അതുപോലെ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ആവണം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ നമുക്ക് ആദ്യം ചൂസ് കളർ സെലക്ട് ചെയ്യുന്നതിനുള്ള ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സോ നമ്മളിവിടെ ഡിഫൈൻ ചൂസ് കളർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ചൂസ് കളർ. ഇതിൽ നമ്മൾ കറണ്ട് കളർ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളാണ് ഉപയോഗിക്കുന്നത്. സോ നമ്മൾ ഗ്ലോബൽ കറണ്ട് കളർ. സോ കളർ ഈസ് ഈക്വൽ ടു കളർ, നമ്മൾ പുതിയ കളർ സെലക്ട് ചെയ്യുന്നത് കളർ ഈക്വൽ ടു ആസ്ക് കളർ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്. ആസ്ക് കളർ നമുക്ക് തരുന്നത് ഒരു ലിസ്റ്റ് ആയിരിക്കും. അതിൽ ആദ്യത്തേത് RGB വാല്യൂ, രണ്ടാമത്തേത് കളർ ഹെക്സ് വാല്യൂ ആയിരിക്കും. സോ നമുക്ക് വേണ്ടത് രണ്ടാമത്തേതാണ്. സോ നമ്മൾ ആ ലിസ്റ്റിലെ രണ്ടാമത്തേത് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 0 1 ഇവിടെ കൊടുക്കണം. സോ അതിന് ശേഷം ഇപ്പോൾ കറണ്ട് കളറിൽ ബ്ലാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ നമുക്ക് ഈ കളർ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കറണ്ട് കളർ ഈക്വൽ ടു നമുക്ക് കളർ കൊടുക്കാം. സോ നമ്മൾ സെലക്ട് ചെയ്ത കളർ നമ്മുടെ കറണ്ട് കളറിൽ സ്റ്റോർ ആവുന്നതായിരിക്കും. സോ സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കത് ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ അത് ഓപ്പൺ ആവാത്തതിന് കാരണം നമ്മൾ ഇത് ബട്ടണിൽ നമ്മൾ ഇത് അസൈൻ ചെയ്തിട്ടില്ല, ഈ ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടില്ല. സോ ബട്ടണിൽ അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ സെലക്ട് കളർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പോയതിനു ശേഷം നമുക്ക് കമാൻഡ് കൊടുക്കണം. കമാൻഡ് ഈക്വൽ ടു ചൂസ് കളർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ചൂസ് കളർ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൺ ആവുകയുള്ളൂ. സോ നമ്മൾ ചെയ്തത് കളർ ബട്ടണിൽ വന്നതിന് ശേഷം കമാൻഡ് പ്രോപ്പർട്ടി ചൂസ് കളർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ഒരു ഫംഗ്ഷൻ കൊടുത്തു. സേവ് ചെയ്യാം. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇനി ഈ കളർ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കളർ സെലക്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. സോ ഞാനിവിടെ റെഡ് കളർ സെലക്ട് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇനി ഞാൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ എനിക്കിവിടെ റെഡ് കളർ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എനിക്ക് ഗ്രീൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതുപോലെ ഗ്രീൻ കളർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഗ്രീൻ കളർ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിച്ച് ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് വേണ്ടത് ക്ലിയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസ് ക്ലിയർ ആവണം. അതുപോലെ എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവണം. അതുപോലെ നമുക്ക് ഈ ഒരു XY കോർഡിനേറ്റ്സ് പ്രിൻറ്റ് ചെയ്യുന്നത് ആവശ്യമില്ല, അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ അതിന് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം പ്രിൻറ്റ് പ്രീവിയസ് എക്സ് അത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇനി ക്ലിയർ ബട്ടൺ ആണ് നോക്കേണ്ടത്. സോ നമ്മൾ ക്ലിയർ ക്യാൻവാസ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ക്ലിയർ ക്യാൻവാസ്. സോ ഇതിൽ ഈ ഒരു ഫംഗ്ഷൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യാൻവാസ് മൊത്തം ക്ലിയർ ആവണം. സോ നമ്മൾ ക്യാൻവാസ് ഡോട്ട് ഡിലീറ്റ് എന്നതിന് ഫംഗ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ നമ്മൾ ഓൾ എന്ന് കൊടുക്കുക. സോ നമ്മളിതുപോലെ ഓൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിലുള്ള എല്ലാ കാര്യവും ഡിലീറ്റ് ആവുന്നതായിരിക്കും, ക്ലിയർ ആവുന്നതായിരിക്കും. ഇത്രയും കൊടുത്ത ശേഷം സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലഭിക്കും. സോ നമ്മളിവിടെ വന്ന് ഓരോ കാര്യങ്ങൾ ഡ്രോ ചെയ്യുന്നു, കളർ ചേഞ്ച് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ഇതുപോലെ ഡ്രോ ചെയ്യുന്നു. ഇനി നമ്മൾ ക്ലിയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടില്ല. സോ നമ്മൾ ക്ലിയർ ബട്ടണിൽ വരുന്നു. ക്ലിയർ ബട്ടണിൽ നമ്മൾ കമാൻഡ് പ്രോപ്പർട്ടിയിൽ നമ്മൾ ക്ലിയർ ക്യാൻവാസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സേവ് ചെയ്യാം, റൺ ചെയ്യാം. സോ ഇനി നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഡ്രോ ചെയ്യുന്നു. അതുപോലെ നമ്മൾ കളർ സെലക്ട് ചെയ്യുന്നു, വീണ്ടും ഡ്രോ ചെയ്യുന്നു. ഇനി നമ്മൾ ക്ലിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ വീണ്ടും ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഡ്രോ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ വീണ്ടും ഇവിടെ വരുന്നു, കളർ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, സോ കളർ ഇതുപോലെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലിയറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ഈ ഒരു ബട്ടൺ കൂടി നമുക്ക് ഫംഗ്ഷൻ അസൈൻ ചെയ്യേണ്ടതുണ്ട്, എക്സിറ്റ് ആവുന്നതിനുള്ള ഫംഗ്ഷൻ. സോ നമ്മൾ അത് വളരെ ഈസി ആയി ചെയ്യാവുന്നേ ഉള്ളൂ. സോ നമ്മൾ എക്സിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ വരുന്നു. നമ്മുടെ കമാൻഡ് പ്രോപ്പർട്ടി നമ്മുടെ ഏത് വിൻഡോയോ ആണ്, നമ്മുടെ മെയിൻ വിൻഡോയോ ആണ് എക്സിറ്റ് ആവേണ്ടത്. സോ നമ്മളിവിടെ വിൻഡോ ഡോട്ട് ക്വിറ്റ് എന്ന് കൊടുക്കുന്നു. വിൻഡോ ഡോട്ട് ക്വിറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം.
സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവുന്നതായിരിക്കും. സോ നമുക്കൊന്നും കൂടി റൺ ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും വരച്ച് നോക്കാം. സോ കളർ നമ്മുടെ ഡിഫാൾട്ട് കളർ ബ്ലാക്ക് ആയിരിക്കും. സോ നമ്മളതിന് ശേഷം കളർ ചേഞ്ച് ചെയ്യുന്നു. കളർ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ വരക്കുന്നു. വീണ്ടും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാം. വീണ്ടും കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. സോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ നമ്മളൊരു പെയിൻറ്റിൽ വരയ്ക്കുന്നത് പോലെ നമുക്ക് വരയ്ക്കാൻ സാധിക്കുന്നതാണ്. സോ ഒരിക്കൽ നമ്മൾ വരച്ചതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ക്ലിയർ എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് വീണ്ടും വരയ്ക്കാൻ സാധിക്കുന്നതാണ്. വീണ്ടും നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അവസാനം നമ്മൾ എക്സിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവുന്നതാണ്. സോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്കിതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു.